ഹായ്. അപ്പോൾ റിലേറ്റീവായിട്ട് പൊസിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റിനുള്ളിൽ പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ ഓൾറെഡി MDN എന്ന വെബ്സൈറ്റാണ്. സോ ഇതിൽ നമ്മൾ ഓൾറെഡി റിലേറ്റീവിൻ്റെ ഒരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വെബ് ഡോക്യുമെൻറ്റ് നോർമലി സ്റ്റാറ്റിക്കാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ പൊസിഷൻ വാല്യൂ റിലേറ്റീവ് എന്നാക്കുന്ന സമയത്ത് ഇത് നോർമലി ഉണ്ടായിരുന്ന പൊസിഷൻ എവിടെയാണോ അതിന് റിലേറ്റീവായിട്ട് അതിന് പൊസിഷൻ ചെയ്യും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെയാണ് ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ് കൊടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയാണ് നോർമൽ ഫ്ലോയിൽ ഡോക്യുമെൻ്റ് ഉള്ളിൽ ഈ ഒരു ബോക്സ് വരുന്നുണ്ടാവുക. ഇനി റിലേറ്റീവ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ കറൻ്റ്ലി ഉള്ള പൊസിഷനിൽ ഇതാണല്ലോ ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷൻ, അവിടുന്ന് ടോപ്പിൽ നിന്ന് 40 പിക്സൽ ഇറങ്ങുക. കാരണം 40 പിക്സലാണ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റിൽ നിന്ന് 40 പിക്സൽ മാറി, ടോപ്പിൽ നിന്ന് 40 പിക്സൽ മാറി, ലെഫ്റ്റിൽ നിന്ന് 40 പിക്സൽ മാറിയിട്ട് ഇതിനെ കാണിക്കുക എന്നുള്ളതാണ് ഈ റിലേറ്റീവ് എന്ന് കൊടുക്കുമ്പോൾ ബേസിക്കലി അത് മീൻ ചെയ്യുന്നത്. പൊസിഷൻ റിലേറ്റീവ് എന്ന് കൊടുക്കും, എന്നിട്ട് ടോപ്പിൽ നിന്ന് 40 പിക്സൽ മാറുക. സോ ടോപ്പ് പൊസിഷനിൽ നിന്ന് 40 പിക്സൽ ഇവിടെ ഗ്യാപ്പ് ഇട്ടു, ലെഫ്റ്റിൽ നിന്ന് 40 പിക്സൽ മാറുക. സോ ലെഫ്റ്റിൽ നിന്ന് 40 പിക്സൽ ഗ്യാപ്പ് ഇട്ടു. ഇതാണ് ബേസിക്കലി റിലേറ്റീവ് പ്രോപ്പർട്ടി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ഉള്ളതെന്ന് വെച്ചാൽ, സ്റ്റാറ്റിക് പ്രോപ്പർട്ടീനെ പോലെ തന്നെ ഡീഫാൾട്ട് ഫ്ലോ തന്നെയാണ്. വെബ് പേജിനെ എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ തന്നെ അതിന് കാണിക്കുക. പക്ഷേ കറൻ്റ്ലി അതിനുള്ള സ്പേസിന് റിലേറ്റീവായിട്ട് അതിനെ പൊസിഷൻ ചെയ്യുന്നുള്ളതാണ് ഈ റിലേറ്റീവ് പൊസിഷനിങ്ങിൻ്റെ ഒരു യൂസ് കേസ്. പക്ഷേ ഇതിനൊരു ക്യാച്ച് ഉള്ളത്, ഇപ്പോൾ നോർമലി മറ്റുള്ള പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് റിലേറ്റീവ് പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെബ് ഡോക്യുമെൻ്റ്, ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റ് റിലേറ്റീവായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യുന്നൊരു സ്പേസ് ഉണ്ടാവും. ഡീഫാൾട്ടായിട്ട് ഇപ്പോൾ ഇത് ഇത്ര സ്പേസാണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. റിലേറ്റീവ് പൊസിഷൻ പ്രോപ്പർട്ടി റിലേറ്റീവ് ആക്കിയെന്ന് വെച്ചിട്ട് ആ സ്പേസ് പോകത്തില്ല. അതേ സ്പേസ് തന്നെയാണ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു ബോക്സ് ഒക്യുപ്പൈ ചെയ്യുക. സോ നിങ്ങൾക്ക് ചില സമയങ്ങളിൽ കറൻ്റ്ലി ഉള്ള പൊസിഷൻ അതിന് കുറച്ചിങ്ങോട്ടോ മാറ്റി വെക്കേണ്ടി വരും. സോ അങ്ങനത്തെ ഒക്കെ യൂസ് കേസുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് റിലേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. സോ അതാണ് ബേസിക്കലി റിലേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ യൂസ് കേസ്. ഭൂരിഭാഗം സിറ്റുവേഷൻസിലും റിലേറ്റീവ് പ്രോപ്പർട്ടി അങ്ങനെ റിലേറ്റീവ് പ്രോപ്പർട്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കുറവാണ്. റിലേറ്റീവ് പ്രോപ്പർട്ടി വേറെ പ്രോപ്പർട്ടികൾ ക്ലബ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ അബ്സല്യൂട്ട് റിലേറ്റീവ് ഒപ്പം യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ റിലേറ്റീവും ഫിക്സ്ഡ് പ്രോപ്പർട്ടീസ് ഒപ്പം യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലബ് ചെയ്തിട്ടാണ് കുറേ കൂടി യൂസ് ചെയ്യാറ്. സോ ഇത്രയാണ് റിലേറ്റീവ് പ്രോപ്പർട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ടോപ്പും ലെഫ്റ്റിനും ബേസ് ചെയ്ത് മാത്രമാണ്. നിങ്ങൾക്ക് ഇത് മാറണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ റൈറ്റിൽ നിന്ന് 40 പിക്സലാണ് കാണിക്കേണ്ടത്. ഇങ്ങനെ കാണാം, അവിടെ ടോപ്പിൽ നിന്ന് 40 പിക്സൽ ഇറങ്ങി, റൈറ്റിൽ നിന്ന് ഇതാണ് റൈറ്റ് ഉണ്ടാവുക ഇതിൻ്റെ. സോ റൈറ്റിൽ നിന്നും 40 പിക്സൽ മാറി. അങ്ങനെയാണ് റിലേറ്റീവ് പ്രോപ്പർട്ടി ആകുന്ന സമയത്ത് കാണിക്കുന്നുണ്ടാവുക. ഇനി ഒരു ഫ്രഷ് എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചുതരാം. ഓൾറെഡി ഞാൻ ഡെമോക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു വെബ്സൈറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇത് ഇൻസ്പെക്റ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഞാൻ ഈ ഒരു ഉള്ളിലുള്ള ഈ ഒരു ഐറ്റം പിക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ റിലേറ്റീവ് എന്ന് കൊടുത്തു, ഇതിൻ്റെ പ്രോപ്പർട്ടി റിലേറ്റീവ് ആക്കി. സോ ഇനി ഇതിൻ്റെ ടോപ്പും ഇനീഷ്യലി നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടോപ്പ് ഇവിടെയാണ് നിൽക്കുന്നത്. പാഡിങ് 20 പിക്സൽ ഉള്ളതുകൊണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. സോ ഇതിന് ഇനി ടോപ്പിൽ നിന്ന് ഒരു 10 പിക്സൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ടോപ്പിൽ നിന്ന് 10 പിക്സൽ ഇറങ്ങും. ഇനി ലെഫ്റ്റിൽ നിന്ന് ഒരു 10 പിക്സൽ ഇറങ്ങി. സോ ഇതിൻ്റെ ടോപ്പ് ഇവിടെയാണ് ഉണ്ടായിരുന്നത്. സോ അതൊന്ന് 10 പിക്സൽ ഇറങ്ങും. നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 10 എന്നുള്ള മാറ്റി 100 ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവും 100 പിക്സൽ. ഇവിടെയാണ് ഇതിൻ്റെ ടോപ്പ് ഉണ്ടായിരുന്നത്, അവിടുന്ന് 100 പിക്സൽ ഇറങ്ങി. ലെഫ്റ്റ് ഉണ്ടായിരുന്നിടത്ത് നിന്ന് 100 പിക്സൽ ഡിഫറൻസ് വന്നു. സോ ഇതാണ് ബേസിക്കലി റിലേറ്റീവ് പ്രോപ്പർട്ടീസിനെ കൊണ്ട് ചെയ്യുന്നത്. അത്രയാണ് റിലേറ്റീവ് പ്രോപ്പർട്ടിനെ കുറിച്ചുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ പൊസിഷൻ പ്രോപ്പർട്ടീസ് എല്ലാം ഫെമിലിയർ ആകാനുള്ള ഏക വഴി ഇങ്ങനത്തെ ഓരോരോ മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, അവിടെ റിലേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പല സാധനങ്ങളും ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ബൈ.